ഗന്ധർവന് എന്താണ് തരാൻ വയ്യാത്തത്? എല്ലാം തരാൻ കഴിയുന്ന ആളാണ്. ഗന്ധർവൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണ പുരുഷ സങ്കല്പമാണ്. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഒരു കാമദേവനാണ് ഗന്ധർവൻ. കാമദേവന്റെ വേറൊരു വകഭേദമായിട്ടാണ് ഗന്ധർവനെ കാണുന്നത്. മരിച്ചിട്ട് അടുത്ത പുനർജന്മം വരുന്നതിനിടയിലുള്ള ഒരു സമയസങ്കല്പത്തെയാണ് ബുദ്ധമതത്തിൽ ഗന്ധർവൻ എന്ന് പറയുന്നത്. അതായത് ഒരു ജനനത്തിനും പുനർജനത്തിനും ഇടയിലുള്ള ആ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ബുദ്ധമതത്തിൽ ഗന്ധർവൻ. ഈ സങ്കല്പം വെച്ചുകൊണ്ട് ഈ കുട്ടി അവരുടെ കാഴ്ചപ്പാടിൽ ഈ ഗന്ധർവനെ അങ്ങ് പ്രണയിക്കും, കലശലായിട്ട് അങ്ങ് പ്രണയിക്കും സങ്കല്പത്തിലൂടെ. അങ്ങനെ പ്രണയിക്കപ്പെട്ട് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ പോലെ ഈ കുട്ടിക്കുണ്ടാവും. സജയൻ സർ, മുമ്പ് ഈ വീടുകളിലൊക്കെ കളം വരച്ച് ഗന്ധർവ ആരാധന നടത്തുമായിരുന്നു. ഇപ്പം അങ്ങനെ അധികം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മാനാവാനും മയിലാവാനും രൂപം മാറ്റങ്ങൾ അങ്ങനെ വേറെ രൂപങ്ങളിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു ദേവതയായിരുന്നു ഗന്ധർവൻ. ഈ ഗന്ധർവ സങ്കല്പം എന്താണ് ശരിക്കും? ഗന്ധർവ സങ്കല്പം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് സങ്കല്പമുണ്ട്. അതെ, ഗന്ധർവനെ കുറിച്ച് സങ്കല്പം ഉണ്ട്. ഈ സങ്കല്പം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവനയിലൂടെയാണ്, അല്ലേ, നമ്മളെല്ലാം ഓരോ കാര്യങ്ങൾ വിടരുന്നത്. ഈ ദൈവാരാധന പോലും ദേവസങ്കല്പങ്ങളെല്ലാം നമ്മുടെ ക്രിയേഷനാണ്. ഇപ്പം നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രകാരൻ ഒരിക്കൽ അവരുടെ ആ സങ്കല്പത്തിന് രൂപപ്പെടുത്തിയ ഒരു ശില്പത്തെ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ആരാധനകളൊക്കെ പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഓരോ ദേവനെ കുറിച്ച് നമ്മൾ സങ്കല്പിച്ച് രൂപപ്പെടുത്തേണ്ട ഒരു ബിംബസങ്കല്പം നമുക്കുണ്ടാകും. അതിലൂടെ ആരാധിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അത് പൂർണ്ണത കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗന്ധർവൻ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിന് അതീതമായ ഒരു സങ്കല്പമായിട്ടാണ് ഗന്ധർവനെ കാണുന്നത്. ഇവര് ഗഗനചാരി, ആകാശത്തൂടെ സഞ്ചരിക്കുന്നവരാണ്, എപ്പോഴും പാട്ടുപാടി നടക്കുന്നവരാണ്. ഒരു സ്വർഗലോകത്ത് നിന്ന് എപ്പോൾ വേണേൽ ഭൂമിയിൽ വരാം, സുന്ദരന്മാരാണ്. ഭൂമിയിൽ വന്ന് സ്ത്രീകളെ വശീകരിക്കുമെന്നും ഒക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഗന്ധർവ സങ്കല്പത്തിൽ അങ്ങനെ പുരാണപരമായിട്ട് എല്ലാ പുരാണങ്ങളിലും ഈ ഗന്ധർവനെ പ്രതിപാദിക്കുന്നുണ്ട്. വേദങ്ങളിൽ പറയുന്നുണ്ട്, നമ്മുടെ മഹാഭാരതത്തിലും വേദങ്ങളിലും, മറ്റെന്തിനാ ബുദ്ധമതത്തിലെ, ജൈനമതത്തിലെ ഒക്കെ ഈ ഗന്ധർവനെ കുറിച്ച് പരാമർശമുണ്ട്. അപ്പൊ എല്ലാവരും ഗന്ധർവനെ ഉൾക്കൊള്ളുന്നുണ്ട്. ഗന്ധർവൻ ഒരു സൗന്ദര്യ സങ്കല്പം മാത്രമല്ല. ഉദാഹരണത്തിന് ഇവിടെ ബുദ്ധമതം നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കാഴ്ചപ്പാടുമായിട്ട് ഗന്ധർവന് ഒരു ബന്ധമില്ല. അതായത് ഒരാൾ മരിച്ചിട്ട് അടുത്ത പുനർജന്മം വരുന്നതിനിടയിലുള്ള ഒരു സമയസങ്കല്പത്തെയാണ് ബുദ്ധമതത്തിൽ ഗന്ധർവൻ എന്ന് പറയുന്നത്. അതായത് ഒരു ജനനത്തിനും പുനർജനത്തിനും ഇടയിലുള്ള ആ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ബുദ്ധമതത്തിൽ ഗന്ധർവൻ. ജൈനമതത്തിലും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടാണ് കാഴ്ചപ്പാടുള്ളത്. അങ്ങനെ എല്ലാ മതങ്ങളിലും ഈ ഗന്ധർവ സങ്കല്പമുണ്ട്. ഗന്ധർവൻ അതിശക്തനായ ഒരു സൗന്ദര്യമുള്ള വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. ഗന്ധർവ വാസനയിലൂടെ ഒത്തിരി കാര്യങ്ങൾ മനുഷ്യന് നേടിയെടുക്കാൻ കഴിയും. ധനധാന്യ സമൃദ്ധി നേടിയെടുക്കാൻ പറ്റും. സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഉയർന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും. അങ്ങനെ എല്ലാ നിലയിലും ഗന്ധർവൻ എന്ന കാഴ്ചപ്പാട് ചെറുതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയകാല തറവാടുകളിലൊക്കെ നമുക്കറിയാം, ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഗന്ധർവോപാസന ധാരാളം ഉണ്ടായിരുന്നു. എന്റെയൊക്കെ നാട്ടില് ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഗന്ധർവ ഉപാസനയുടെ ഭാഗമായിട്ട് ഞാനൊരു ക്ഷേത്രശാന്തിയും കൂടെ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഗന്ധർവന് ഈ പഞ്ചവർണ്ണ പൊടിയിട്ട് കളറൊക്കെ വരച്ചിട്ട് അതിലാണ് ഗന്ധർവനെ ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഗന്ധർവ സങ്കല്പം പഴയ കാലത്ത് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പോ ആ ഗന്ധർവനെ കുറിച്ച് വിശദീകരിച്ച ആ രൂപത്തിലല്ല പറയാൻ പോകുന്നത്. ആ ഗന്ധർവൻ എന്നുള്ള കാഴ്ചപ്പാടിന്റെ നമ്മുടെ ഒരു ഗ്രാമീണ തരത്തിലുള്ള കാഴ്ചപ്പാടിനെയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്, ഗന്ധർവനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ഗന്ധർവൻ നമ്മൾ സ്വാധീനം ചെലുത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ ഈ തറവാടുകളിലൊക്കെയുള്ള പെൺകുട്ടികളെന്ന് പറയുന്നത് അവർക്ക് നമ്മുടെ ഇന്നത്തെ കണക്ക് ചാറ്റ് ചെയ്യാനോ പുറത്തു പോയി പുരുഷന്മാരെ ധാരാളമായിട്ട് കാണാനുള്ള സാധ്യതയൊന്നുമില്ല. അല്ലെ, പുരുഷന്മാരുടെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. അവര് 4 കെട്ടിനുള്ളിൽ തളച്ചിട്ട് ഒരവസ്ഥയിലായിരുന്നു അവരുടെയൊക്കെ ജീവിതം. അവർക്ക് പ്രണയിക്കണമെങ്കിൽ ആ പ്രണയ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒരാളെ കണ്ടെത്താൻ പോലും അവർക്ക് പറ്റത്തില്ല. പിന്നെ അവരുടെ സങ്കല്പങ്ങളിൽ അവർ കണ്ടിരുന്നത് മുത്തശ്ശി കഥകളിൽ നിറഞ്ഞു നിന്ന ഈ ഗന്ധർവനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് ഗന്ധർവനെയാണ് അവർ പ്രണയിച്ചുകൊണ്ടിരുന്നത്.
ഒരിക്കലും വരത്തില്ലാത്ത ഒരാളെ കാത്ത് വരുവാനില്ലാരുമീ എന്ന് പറയുന്നതൊക്കെ അങ്ങനെ കാത്തിരിപ്പാണ് ഇവർക്ക്. ഒരിക്കൽ ഗന്ധർവൻ വരും, എന്റെ അടുക്കലെത്തും എന്നൊരു കൗമാരക്കാരിയായ പെൺകുട്ടി സങ്കല്പിച്ചു വെക്കുകയാണ്. പക്ഷെ അങ്ങനെ വന്നിട്ട് അവർക്കൊരു ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്. പല വീടുകളിലെയും പെൺകുട്ടികൾക്ക് കുറെ കഴിയുമ്പോൾ ഈ ഗന്ധർവൻ വരുമോ, മുത്തശ്ശി കഥകളിലൂടെ പറയും ഗന്ധർവൻ വരും, ഗന്ധർവൻ കരിമ്പാണ് അദ്ദേഹത്തിന്റെ വില്ലായിട്ട് കൊണ്ടു നടക്കുന്നത്, അദ്ദേഹത്തിന്റെ കൈവശം നമ്മുടെ അമ്പും വില്ലും ഉണ്ട്, ആ ഉള്ള വില്ലെന്ന് പറയുന്നത് സ്ത്രീകളെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്, അതിസൗന്ദര്യവാനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ഈ സങ്കല്പം വെച്ചുകൊണ്ട് ഈ കുട്ടി അവരുടെ കാഴ്ചപ്പാടിൽ ഈ ഗന്ധർവനെ അങ്ങ് പ്രണയിക്കും, കലശലായിട്ട് അങ്ങ് പ്രണയിക്കും സങ്കല്പത്തിലൂടെ. അങ്ങനെ പ്രണയിക്കപ്പെട്ട് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ പോലെ ഈ കുട്ടിക്കുണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ട് ഈ ബാധ കയറുക എന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥയിലൊക്കെ ചില കുട്ടികളെത്തും. കാര്യം ഇവർക്ക് അവരുടെ മനസ്സിൽ അടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന ഈ പ്രണയം പുറത്തു വരാൻ മാർഗമില്ല. അവര് ഗന്ധർവ ക്ഷേത്രങ്ങളിൽ പോയി തൊഴും, പാലച്ചുവട്ടി പോയിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ മനസ്സ് വേറൊരു തലത്തിലേക്ക് എത്തുകയും ഇവരിൽ ഈ ബാധ പോലെ വരുമ്പോൾ ഇതുപോലുള്ള പൂജാരിമാരെയൊക്കെ വിളിച്ച് ഇരുത്തിയിട്ട് പഞ്ചവർണ്ണ കളറൊക്കെ ഇട്ട് ആ ഗന്ധർവന്റെ പാട്ടൊക്കെ പാടി ഇവരെ കളത്തിന്റെ കൊണ്ടിരുത്തി അവരെ ആ ദോഷം മാറ്റുന്ന ക്രിയകളൊക്കെ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. പക്ഷെ ഇന്നത്തെ പെൺകുട്ടിയൊക്കെ എന്തുകൊണ്ടാണ് ഗന്ധർവബാധയേക്കാത്തത്? കാര്യം അവർക്ക് ഈ ഒരു കാഴ്ചപ്പാടില്ല. കാര്യം അവർക്ക് പുറത്ത് ഇഷ്ടം പോലെ ഗന്ധർവന്മാരെ കാണാൻ കഴിയും, പക്ഷെ ഇവർക്ക് അന്നത് കാണാൻ കഴിയില്ല. ഇവര് ഒതുക്കപ്പെട്ടവരായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഈ ഗന്ധർവ സങ്കല്പത്തിന് വലിയ പ്രാചാരം ലഭിച്ചിരുന്നത്. അപ്പൊ ഈ ഗന്ധർവന്മാർക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടോ? അത് ഉണ്ടല്ലോ, ഇപ്പോഴുണ്ട്. കോട്ടയത്തിനടുത്ത് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തൊരു സ്ഥലത്ത് ഒരു ഗന്ധർവ ക്ഷേത്രം വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ നമ്മുടെ കുട്ടനാടൻ പ്രദേശങ്ങളിൽ, ഞാൻ കുട്ടനാട്ടുകാരാണ്, കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ പല തറവാട്ടിനോട് ചേർന്ന് അവരുടെ കുടുംബക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ട് ഗന്ധർവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗന്ധർവ ആരാധന ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഗന്ധർവൻ സകലതും പ്രദാനം ചെയ്യുന്ന ഒരു സങ്കല്പമായിട്ടാണ്. ഗന്ധർവനെ ആരാധിച്ചു കഴിഞ്ഞാൽ സുന്ദരനായ ഭർത്താവിന് ലഭിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. സാർ മുമ്പ് പറഞ്ഞല്ലോ, ഗന്ധർവനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധനധാന്യ സമൃദ്ധി ലഭിക്കും എന്നുള്ളൊരു. ഗന്ധർവൻ എന്താണ് തരാൻ വയ്യാത്തത്? എല്ലാം തരാൻ കഴിയുന്ന ആളാണ്. ഗന്ധർവൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണ പുരുഷ സങ്കല്പമാണ്. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഒരു കാമദേവനാണ് ഗന്ധർവൻ. കാമദേവന്റെ വേറൊരു വകഭേദമായിട്ടാണ് ഗന്ധർവനെ കാണുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അത് ആരാധിക്കേണ്ട ഒരു രീതി? ഗന്ധർവനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വശീകരിച്ച് നമ്മുടെ കൈവശപ്പെടുത്തിയാൽ ഗന്ധർവനെ കൊണ്ട് എന്ത് കാര്യം സാധിക്കാം എന്നാണ് വിശ്വാസം. ഇപ്പൊ ഗന്ധർവനെ അന്ന് പഴയ കാലത്തൊക്കെ ഇപ്പൊ ഞാനൊരു പൂജ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ടത് അരക്തം എന്ന് പറയുന്ന ഒരു സാധനമാണ്. അദ്ദേഹത്തിന് നമ്മൾ ആവാഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഗന്ധർവനെ നമ്മൾ നമ്മുടെ വരുതിയിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അരക്തം കൊടുക്കും. രക്തമല്ലാത്ത സാധനമാണ് അരക്തം. അപ്പൊ അത് നിർമ്മിക്കപ്പെടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മഞ്ഞപ്പൊടി, ചുണ്ണാമ്പ്, കരിക്കിന്റെ വെള്ളം, ഇങ്ങനെയുള്ള വസ്തുക്കളെ കലക്കും. ഒരു പാത്രത്തിൽ കലക്കി എടുത്തിട്ട് രക്തത്തിന്റെ രൂപത്തിലേക്ക് അരക്തം ഉണ്ടാക്കും. ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കുമ്പോൾ ഒരു ചുവന്ന കളർ ലഭിക്കും. ഇപ്പൊ കരിക്കും വെള്ളമൊക്കെ അതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു പാനീയമാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവരെ ആകർഷിക്കുന്നത്. അപ്പൊ അരക്തമാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടത്, രക്തമല്ല. അപ്പൊ അവരൊരു ഭീകര സങ്കല്പമല്ല, അതിങ്ങനെ രക്തദാഹം എന്നുള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സങ്കല്പത്തിലാണ് ഗന്ധർവനെ ഇത് വെച്ചിട്ട് കളവിട്ട് ആരാധിച്ചാണ് ഗന്ധർവനെ വശീകരിച്ച് നമ്മുടെ പക്കൽ കൂട്ടുന്നത്. അങ്ങനെ ചെയ്താൽ ഗന്ധർവൻ നമ്മുടെ കൂടെ നിൽക്കുകയും ഇപ്പോൾ എലിസബത്ത് പറഞ്ഞ പോലെ ധനധാന്യ സമൃദ്ധിയോടെ നമുക്ക് എല്ലാ ഐശ്വര്യത്തോടെയും കഴിയുന്നതിന് ഗന്ധർവൻ നമുക്ക് തുണയായിരിക്കുന്നതാണ് പഴയകാല വിശ്വാസം. ഗന്ധർവനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രണയത്തിന്റെ സിമ്പൽ മാത്രമല്ല, ധനത്തിന്റെയും സിമ്പൽ തന്നെയാണ്. അതെ അതെ, എന്തും തരാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഗന്ധർവനെ ഉപാസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ആരെ എങ്ങനെ ഉപാസിച്ചാലും നമുക്ക് ഫലം കിട്ടും. അത് അവരുടെ ആത്മനിഷ്ഠമാണ്, ഒരാളിൽ കുടികൊള്ളുന്ന കാര്യമാണ് എങ്ങനെ ആരാധിക്കണമെന്ന്. അത് അവരങ്ങനെ ആരാധിച്ചാൽ ആ ചൈതന്യത്തിൽ നിന്ന് ആ എനർജി അവരിൽ തീർച്ചയായിട്ടും വന്നു ചേരും. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്.
അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.